ലോകത്തെത്തി ജീവിത വിജയം കൈവരിച്ചവരെയും പുതിയ പ്രതിഭകളെയും കണ്ടെത്തുന്ന ഒപ്പം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം മുംബൈയിലെ മറ്റൊരു യുവ പ്രതിഭയായ സുർജിത് ദേവദാസ് ആണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം. സുർജിത് ദേവദാസ് ബോളിവുഡ് സിനിമയിലും നിരവധി ഹിന്ദി ചാനൽ റിയാലിറ്റി ഷോകളിലും അസിസ്റ്റന്റ് കൊറിയോഗ്രാഫർ. സ്വന്തമായി അധ്വാനിച്ച് നൃത്തകല അഭ്യസിച്ച സുർജിത് കേരളത്തിലെയും മുംബൈയിലെയും നിരവധി സ്റ്റേജ് ഷോകളിലൂടെ തന്റെ കലാപ്രകടനം തുടർന്നു വരുന്നു. ഹായ് സുർജിത്, എങ്ങനെയാണ് ഈ കോറിയോഗ്രാഫി രംഗത്തേക്ക് വന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ചെറുപ്പം തൊട്ട് ഇഷ്ടമുണ്ടായിരുന്നു ഡാൻസിനോട്. പിന്നെ സ്കൂളിൽ ഇങ്ങനെ പിയാനോ ക്ലാസ്സസ് വെക്കേഷനിലൊക്കെ കാണുമല്ലോ, അപ്പം ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനകത്തൊക്കെ എടുത്തായിരുന്നു. പക്ഷേ 2-3 മാസം ചെയ്തപ്പോൾ ആ സാർ അവിടെ നിന്ന് ഓടിപ്പോയി. അപ്പം ആ പാഷൻ അവിടെ തന്നെ നിന്നുപോയി. പക്ഷേ ടി വിയിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പാട്ടൊക്കെ വരുമ്പോൾ ഡാൻസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. സൊസൈറ്റിയിൽ എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ അവിടെയൊക്കെ ചെയ്ത് തുടങ്ങിയായിരുന്നു. പക്ഷേ ഞാൻ ഒരു 12th HSCയിലായിരുന്നു. ആ സമയത്ത് ഒരു ഡാൻസ് ക്ലാസ് ഞാൻ ജോയിൻ ചെയ്തത്. ആ ഡാൻസ് ക്ലാസ് ജോയിൻ ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. കാരണം അത്ര ഇഷ്ടമുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ആ ഡാൻസിൻ്റെ ഇത് ഓണറുണ്ടായിരുന്നു, അയാൾക്ക് എൻ്റെ ഡാൻസിങ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അയാൾ പറഞ്ഞു നീ ഇവിടെ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങിക്കോ. പിന്നെ അവിടെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെ ഞാൻ ബോളിവുഡ് ഇൻഡസ്ട്രിയിലോട്ട് പോയി. അവിടെ ഷോസൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ റിയാലിറ്റി ഷോസൊക്കെ ചെയ്തു കുറച്ച്. പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് അപ്പോൾ സുർജിത്, ഈ ക്ലാസിക്കൽ ഡാൻസിൽ നിന്ന് മാറിയിട്ട് വേറൊരു യോണർ തിരഞ്ഞെടുത്തപ്പം അതിലുണ്ടായ ചലഞ്ചസ് ഒന്ന് പറയാമോ? ചാലഞ്ചസ് ആസ് ഇൻ ചെറുപ്പത്തിലാണ്. ഞാൻ ഒരു 7-8 വയസ്സ് കാണും. ആ സമയത്താണ് ഞാൻ പഠിച്ചത്. അതും 2-3 മാസത്തേനാണ് പഠിച്ചത്. അത്രയ്ക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബോളിവുഡാണ് ഞാൻ പഠിച്ചത്. അപ്പം അത്ര ഒരു ചാലഞ്ചായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പം കുറേ വേറെ സ്റ്റൈലിലൊക്കെ പഠിക്കാൻ വേണ്ടി കുറച്ചൊക്കെ ചാലഞ്ചായിട്ട് വരും. ഓക്കെ, മുംബൈ സിറ്റി എത്രത്തോളം ഒരു നല്ല പ്ലാറ്റ്ഫോമായിട്ട് തോന്നിയിട്ടുണ്ടോ? നല്ല പ്ലാറ്റ്ഫോമാണ്. കാരണം ഇവിടെ ഇപ്പം ഞാൻ ആദ്യം ബോളിവുഡ് ഷോസൊക്കെ മാത്രം ചെയ്യാറുള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ 1-2 വർഷമായിട്ട് നമ്മുടെ മലയാളികളുടെ കുറേ പ്രോഗ്രാം വരുന്നുണ്ട്. കടത്തനാടിൻ്റെ, കുട്ടനാടിൻ്റെ, പിന്നെ കൊടുങ്ങല്ലൂരിൻ്റെ എല്ലാവരുടെയും പ്രോഗ്രാം എല്ലാം ഇങ്ങനെ കുറേ വരുന്നുണ്ട്. എല്ലാ മലയാളി സമാജങ്ങളുടെ പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല എക്സ്പോഷറാണ്. ഓക്കെ, ആരാണ് ഇൻസ്പയർ ആയത്? അങ്ങനെ ഏതെങ്കിലും ഫിഗേഴ്സ് ഉണ്ടോ എനിക്ക് ഇൻസ്പയറായി ഡാൻസ് കളിക്കാൻ ഇൻസ്പയർ ആയത്? ഞാൻ കോളേജ് സമയത്തായിരുന്നു. ഡാൻസിനോട് നല്ല പാഷനുണ്ടായി, ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയ ഒരു ആളുണ്ട്, ബോളിവുഡിലെ ഒരു കൊറിയോഗ്രാഫർ ഉണ്ട്, ഗണേഷ് ഹെഗ്ഡെ പറഞ്ഞിട്ട്. അപ്പം അയാൾ എൻ്റെ ഇൻസ്പിറേഷൻ. അയാൾ നോക്കിക്കൊണ്ട് പിന്നെ ഞാൻ എൻ്റെ കൊറിയോഗ്രഫി ലെവൽ അങ്ങനെ ചെയ്യാറൊക്കെ. ഇനി എന്താണ് അംബീഷൻ ഉണ്ടാകും, ഭാവിയിലോട്ടുള്ള അംബീഷൻ എന്താണ് സുർജിത്ത്? ആംബിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കൊരു അറിയത്തില്ല, ഒരു ടൈപ്പ് ഓഫ് അറ്റാച്ച്മെൻ്റ് ഉണ്ട് നമ്മുടെ മലയാളം ഇൻഡസ്ട്രീനോട്. സോ എനിക്ക് ആ ഇൻഡസ്ട്രിയിലോട്ടൊന്ന് കയറണം, നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലോട്ടൊന്ന് കയറണം. പിന്നെ കുറച്ച് അവിടെയും വർക്കൊക്കെ ചെയ്യണം, നല്ല മൂവീസൊക്കെ ചെയ്യണം, ഷൂട്ട്സൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം എൻ്റെ ഉണ്ട്. വെച്ച് എത്രയാ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസൊക്കെ. സുർജിത്ത് നാട്ടിലെവിടെയാണ്? ഞാൻ നാട്ടിൽ കണ്ണൂർ. നാട്ടിൽ പോകാറുണ്ടോ? നാട്ടിൽ പോകാറുണ്ട്, പക്ഷെ അത്ര സമയം കിട്ടാറില്ല പോകാൻ വേണ്ടി. പക്ഷേ നാടിനെ കുറിച്ച്, നാട്ടിൽ പോകാതൊക്കെ ഇഷ്ടമാണോ? നാട്ടിൽ പോകാൻ ഇഷ്ടമാണ്. നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി, നമ്മുടെ നാടൊക്കെ നല്ല നാടാണ്. പക്ഷേ പോകാൻ അത്ര സമയം കിട്ടാറില്ല. സുർജിത്ത് TV ഷോസൊക്കെ ചെയ്യാറില്ലേ, റിയാലിറ്റി ഷോസ് TV-യിൽ? അപ്പോൾ അതിനെക്കുറിച്ച് ഉണ്ടായ അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? TV റിയാലിറ്റി ഷോസ് ചെയ്തിട്ടുണ്ട് ഞാൻ. നമ്മുടെ ഇന്ത്യാസ് ഗോട്ട് ടാലൻറ്റ് സീസൺ 4 ഞാൻ ചെയ്തായിരുന്നു. പിന്നെ എൻ്റർടൈൻമെൻറ്റ് കെലിയെ കുച്ച് ഭി കരേഗ അതിൻ്റെ സീസൺ 4 ചെയ്തായിരുന്നു. പിന്നെ ഇന്ത്യാസ് ബെസ്റ്റ് ഡ്രാമേബാസ് സീസൺ 1 ചെയ്തായിരുന്നു. പിന്നെ ആപ്കാ സപ്ന ഹമാരാ അപ്ന പറഞ്ഞിട്ടൊരു ചെയ്തായിരുന്നു. പിന്നെ ഒരു സീരിയലിൽ ഒരു പാട്ടിൻ്റെ സോങ് ഒക്കെ ചെയ്തായിരുന്നു. പിന്നെ ഒരു പഞ്ചാബി മൂവി ഉണ്ട്, ഇഷ്ക് വർഗാലവ്, അത് ചെയ്തായിരുന്നു. പിന്നെ ദലേർ മെഹന്തിയുടെ ഒരു ആൽബം സുന്ദരി മുന്ദരി, അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ സ്ഥലത്തും വേറെ ഡിഫറെൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ആയി കിട്ടുന്നത്. നമുക്ക് ഷോസിനകത്ത് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയി കിട്ടുന്ന, ഷൂട്ടിങ്ങിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാമിലി എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഈ ഫാമിലി ആദ്യം സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു. ആദ്യമൊക്കെ അച്ഛൻ ചോദിക്കും എന്തുവാടാ നീ മൈക്കൽ ജാക്സൺ ആവാൻ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊക്കെ നാളെ അച്ഛനും കണ്ട് ചെയ്യുന്നുണ്ട്, ഷോസൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ 2 പേരുടെ നല്ല സപ്പോർട്ടുണ്ട്.
ഓക്കെ. സുജിത്തിൻ്റെ ഫാമിലിയെക്കുറിച്ചൊന്ന് പറയാം. എൻ്റെ ഫാമിലി ഞങ്ങൾ 3 പേരാണ് ഉള്ളത്. ഞാൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ. നമ്മളിപ്പോൾ സുർജിത്തിൻ്റെ വീട്ടിലാണ്. നമുക്ക് സുർജിത്തിൻ്റെ പേരൻസിനെ ഒന്ന് പരിചയപ്പെടാം. അങ്കിൾ, സുർജിത്തിൻ്റെ ഈ ഗ്രോത്തിൽ അങ്കിൾ എത്രത്തോളം സപ്പോർട്ടാണ് ചെയ്യുന്നത് ഒന്ന് പറയാമോ? സുർജിത്ത് വളരെ ചെറുപ്പം മുതലേ ഡാൻസിന് വളരെ താല്പര്യമുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ ക്ലാസിക്കലിൽ കുറച്ചു കാലം പോയി. പിന്നീട് 8ാം സ്റ്റാൻഡേർഡ് വന്ന അവസരത്തിൽ ഒരു സ്നേഹിതൻ്റെ മകൻ വന്ന് അങ്ങനെ അവൻ ഡാൻസ് പഠിപ്പിക്കുന്നു അറിഞ്ഞ അവസരത്തിൽ അവൻ വീണ്ടും അതിനോട് താല്പര്യം കാണിച്ചു. അങ്ങനെ അവൻ്റെ കൂടെ ഡാൻസിന് പോയി. പിന്നീട് എനിക്ക് തോന്നുന്നു 2-3 മാസം മാത്രമേ ഞങ്ങൾ ഫീസ് കൊടുത്തിരുന്നുള്ളൂ. പിന്നീട് അവൻ തന്നെയായിരുന്നു പഠിപ്പിക്കലും. പിന്നെ അവൻ്റെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറ് ചാർലി എന്ന് പറഞ്ഞാൽ അവൻ സിനിമ ഫീൽഡിലേക്ക് പോകുന്ന അവസരത്തിൽ ഇവനാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് സ്വന്തം കൊറിയോഗ്രാഫി ചെയ്ത് എല്ലാ പ്രോഗ്രാമും സ്വയം ചെയ്യാൻ അന്ന് മുതലേ അവൻ ശീലിച്ചു. ആൻറ്റിക്ക് എന്താണ് സുർജിത്തിനെ കുറിച്ച് പറയാനുള്ളത്? വീട്ടിലിരിക്കുമ്പോൾ കുരുത്തക്കേടും പഴക്കവും അങ്ങനെയുള്ളതൊന്നുമില്ല. എപ്പോഴും ഡാൻസും പാട്ടും ഇതൊക്കെ തന്നെ പരിപാടി. താങ്ക് യു അങ്കിൾ. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെ നന്ദി. തീർച്ചയായിട്ടും ഈ പുതിയ തലമുറയെ അവരുടെ കൂടെ നടന്നുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന ഈ ഒപ്പം എന്ന പ്രോഗ്രാം വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. കാരണം തീർച്ചയായിട്ടും അത് നമ്മൾ മറുനാട്ടിലുള്ള മലയാളി കുഞ്ഞുങ്ങളെയും മറ്റു തരത്തിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു നല്ല ഒരു സമീപനമാണ്. ഇനി മുംബൈ മലയാളികളുടെ വാർത്താവിശേഷങ്ങൾ. നമസ്കാരം. മുംബൈ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കോടികളുടെ നികുതി വരുമാനം സർക്കാരിന് നൽകുന്ന ചെറുകിട വ്യാപാരികൾക്ക് സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്ത് മഹാരാഷ്ട്ര വ്യവസായ മന്ത്രി. ചെറുകിട ബിസിനസ്സുകാരെ തള്ളിക്കളയുന്ന അവസ്ഥകൾക്ക് മാറ്റം വരണമെന്നും കോടികൾ വരുമാനം നേടിത്തരുന്ന ഇവരുടെ ഏതാവശ്യങ്ങൾക്കും താൻ കൂടെയുണ്ടാകുമെന്നും വ്യവസായ വകുപ്പ് മന്ത്രി സുഭാഷ് ദേശായി പറഞ്ഞു. TTC MIDC ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംഘടനയുടെ പുനർനാമകരണവും ചടങ്ങിൽ നടന്നു. സതീഷ് കാർപ്പെ മുഖ്യാതിഥിയായിരുന്നു. അസോസിയേഷൻ പ്രസിഡന്റ് KR ഗോപി, വൈസ് പ്രസിഡന്റ് പ്രകാശ് പടിക്കൽ, സെക്രട്ടറി പരേഷ് മേത്ത, ട്രഷറർ ഗുരുരാജ്, കമ്മിറ്റി അംഗങ്ങളായ കോശി, മാധവൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൽവ മുതൽ നെരൂൾ വരെയുള്ള വ്യവസായികളുടെ കൂട്ടായ്മയാണ് TMIA. 1500ഓളം അംഗങ്ങളുള്ള സംഘടനയിൽ നിരവധി മലയാളി വ്യവസായികളുമുണ്ട്. ഇവിടെയുള്ള ഏകദേശം 3000-ലധികം ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് MIDC തന്ന ഒരു പ്ലോട്ടാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു സ്ഥാപനം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ എല്ലാവിധ പ്ലാനിങ്ങും ഉണ്ട്. ഒരു കൊല്ലത്തിനുള്ളിൽ അത് 20 കൊല്ലമായിട്ട് നടക്കാത്ത കാര്യം ഞങ്ങൾ ചെയ്ത് കാണിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ ഇടപെടലുകൾ സജീവമാക്കുന്നതിനാണ് തങ്ങൾ പുതിയ പേരിലെത്തുന്നതെന്നും സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു ബിസിനസ് ഹബ്ബ് സ്ഥാപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പിന്നെ നമ്മുടെ ഇവിടെയുള്ള മലയാളികൾ ഇതിന് ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ അസോസിയേഷനിൽ നല്ലൊരു പെർസെൻറ്റേജിൽ അതെല്ലാം നമ്മുടെ ഇവിടുത്തെ മെമ്പറാണ്. പ്രവാസി മലയാളികളുടെ ജീവിത നേർക്കാഴ്ചകൾ വരച്ചു കാട്ടുന്ന ദേശാടകന്റെ ചിറകുകൾ എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. ഒരു ചെറിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് വലിയ ഒരു കാര്യം ജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ള ഒരു ചെറിയ മാധ്യമം ആണ് ഹ്രസ്വചിത്രങ്ങൾ. ദേശാടകൻ്റെ ചിറകുകൾ എന്ന് പറയുന്ന ചിത്രം, ദേശാടകൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രവാസിയെയാണ്. ഇന്നത്തെ തലമുറ അച്ഛനമ്മമാരെ അനുസരിക്കാതെ വളരുന്ന ഒരു പ്രവണത കൂടി വരികയാണ്. പരീക്ഷയാണ് വരാൻ പോകുന്നത്. ഇവർ ഇന്നാട്ടുകാരാണ്. നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ ജോലിയും കൂലിയും ഒക്കെ വേണം. അവരെ പറഞ്ഞയച്ച് പഠിക്കാൻ നോക്ക്. അതൊക്കെ പാസ്സാവും അച്ഛാ. ഇന്ന് അവന്റെ ബർത്ത്ഡേയാ, അതിന്റെ ആഘോഷ. കേരളത്തിലേക്ക് തിരിച്ചു പോകാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സും മറുനാട്ടിൽ ജീവിതം ഉറച്ചുപോയ ചിന്താഗതികളും തമ്മിലുള്ള സംഗമവും ദുഃഖസാന്ദ്രമായാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മഹിങ്കർ കേച്ചേരിയുടെ മോർച്ചറി എന്ന കഥയുടെ ആവിഷ്കരണമാണ് ഈ ഹ്രസ്വചിത്രം. മധു തത്തമ്പിള്ളി സംവിധാനം ചെയ്ത ദേശാടകന്റെ ചിറകുകൾ മുഴുവനായും മുംബൈയിലെ വിവിധ പ്രദേശങ്ങളിലാണ് ചിത്രീകരിച്ചത്. രവി തൊടുപുഴ, മനോജ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഹ്രസ്വചിത്രത്തിലെ അഭിനേതാക്കളും മുംബൈ മലയാളികളാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇതോടെ മുംബൈ വിശേഷങ്ങൾ അവസാനിക്കുന്നു. നമസ്കാരം. കേരള കൈറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. മുംബൈ മലയാളികളുടെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.